ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. കരയുന്ന പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നവനാണ് യിരെമ്യാ പ്രവാചകൻ. യഹൂദയുടെ പാപം വർദ്ധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പ്രധാനമായും അനീതി, വിഗ്രഹാരാധന, വ്യഭിചാരം, അവിശ്വസ്തത, ഭീകരകൃത്യങ്ങൾ, എളിയവർക്ക് നേരെയുള്ള പീഡനം എന്നിവ ദേശത്ത് കൊടികുത്തി വാണിരുന്നു. യഹൂദാജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് യിരെമ്യാ പ്രവാചക പുസ്തക ലക്ഷ്യം. ഉറിവാക്യത്തിൽ യിരെമ്യാവിൻ്റെ വിളിയെക്കുറിച്ച്, അതായത് ദൈവത്തിൽ നിന്നും യിരെമ്യാവിന് ലഭിച്ച നിയോഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് സർവജ്ഞാനിയായ ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരവും ഉദ്ദേശവും വെളിപ്പെടുത്തിയിരിക്കുന്നു. ജനനം ആകസ്മികമല്ലെന്നും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണെന്നും നാം മനസ്സിലാക്കണം. പരമാധികാരിയായ നിത്യദൈവത്തിന് ഒരുവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവനെ അറിയുന്നു എന്ന് മാത്രമല്ല, ജനിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുമുണ്ട്. യിരെമ്യാവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ ദൈവം അവനെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷ സുവിശേഷത്തിൻ്റെ സന്ദേശമാണ്. പാപത്തിലകപ്പെട്ട മനുഷ്യൻ മാനസാന്തരപ്പെട്ട് തന്നിലേക്ക് മടങ്ങുന്നവരെ ദൈവം സ്വാഗതം ചെയ്ത് സ്വീകരിക്കുന്നു. യിരെമ്യാവ് കർത്താവിൻ്റെ വചനം യഹൂദയോട് പ്രസംഗിച്ചു. ശുശ്രൂഷ ജാതികളിലേക്കും വ്യാപിക്കുവാനിടയായി. നമ്മയും ദൈവം രക്ഷിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുവാൻ വിളിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നിത്യരക്ഷയെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും അനേകരെ അറിയിക്കുവാൻ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാൻ എപ്പോഴും അവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുവാൻ വിളിക്കുകയും ചെയ്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിയുകയും തൻ്റെ വേലയ്ക്കായി നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തതിനെ ഓർത്ത് നാം എത്രമാത്രം കർത്താവിനെ സ്തുതിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.